ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ അവരയ്ക്ക എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങൾ ഈയിടെ പോയപ്പം കേരളത്തിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ വയ്ക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൊച്ചിലെ അവിടെ വളർന്നതായതുകൊണ്ട് എൻ്റെ വീട്ടിലിടയ്ക്കൊക്കെ അമ്മയും ചേച്ചിയൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കണ്ടപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഡയബറ്റിക്കാർക്കും കിഡ്നിയുടെ അസുഖമുള്ളവർക്കും നല്ലതാണ്. പിന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ തോരൻ പോലെയൊക്കെ വെക്കാം, നല്ല ടേസ്റ്റിയാണ്. ആദ്യം നമ്മൾ ഈ ബീൻസിൻ്റെ സൈഡ് ഇങ്ങനെ എടുക്കുന്നത് പോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുത്തിട്ട് നല്ലപോലെ കഴുകി പിന്നെ ഇത് തോരൻ പോലെ വെക്കാനാണ്. അപ്പോൾ 2-3 എടുത്ത് ഇങ്ങനെ നീളത്തിലാണ് അരിയുന്നത്. ഇതിനേക്കാളും കൊച്ചായിട്ട് അറിയത്തില്ല, ഇങ്ങനെ നീളത്തിലാണ് അരിയുന്നത് നല്ലത്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളതും. അവിടെ ചീനി അവരയ്ക്ക, പിന്നെ മൊച്ചപ്പയർ, പിന്നെ ഇങ്ങനെ ചൗ ഇങ്ങനെ പറയുന്ന കുറേ വെറൈറ്റി പച്ചക്കറി കിട്ടും. അപ്പോൾ എനിക്കതെല്ലാം ഇഷ്ടമാണ്. ഈയിടെ പോയപ്പോൾ ഇത് രണ്ടുമേ കണ്ടുള്ളൂ, ചൗവും ഇതുമാണ് ഞാൻ മേടിച്ചത്. എന്നും കോവയ്ക്കായും പയറും ക്യാരറ്റും കഴിച്ചും മടുത്തു. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നോർത്ത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഒത്തിരി ദിവസമായി ഞാൻ കൊച്ചിലെങ്ങാണ്ട് കഴിച്ചിട്ടുള്ളതാണ്, പിന്നെ അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മൾ നാഗർകോവിലിൽ പോകുമ്പോഴാണേലും അവിടെ ഇതൊക്കെയേ വെക്കത്തുള്ളൂ, ബീൻസും ക്യാരറ്റും ക്യാബേജും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത് ഞാൻ ഇത് മേടിച്ചതാണ്. ഇതാണ് മൊച്ചപ്പയറെന്ന് പറയുന്നത്. ഇത് ഡ്രൈ ആയിട്ട് നമ്മൾ ഗ്രീൻ പീസ് മേടിക്കുന്നത് പോലെ മൊച്ചപ്പയറെന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. ഞാൻ ഇതിനു മുമ്പേ അത് വീഡിയോ ഇട്ടിട്ടുണ്ട്, കറി വെച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പം നമ്മൾ അവരൊക്കെ അരിഞ്ഞ് വെച്ചു. ഇതിന് ചുമന്നുള്ളിയാണ് നല്ലത്, സബോള വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ചുമന്നുള്ളി എത്രയും ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പം ഞാനൊരു മീഡിയം സൈസ് 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നീളത്തിൽ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി. പച്ചമുളക് ആവശ്യമനുസരിച്ച് എരിവ് എങ്ങനെ വേണോ അതനുസരിച്ച്. ഞാൻ ഇപ്പോൾ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയമില്ല. ഒന്നിൽ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക, ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ എന്നുള്ള സ്റ്റേജായിരുന്നു. പിന്നെ ഞങ്ങൾ 3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ അതും വീഡിയോയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, എന്നാലും വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ല. അടുത്തടുത്ത ജോലികളിങ്ങനെ നടന്നുകൊണ്ട് പോകുമായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ശരിക്കും നാഗർകോവിലിൽ പോയാൽ അങ്ങനെ വെളിയിലൊന്നും കറങ്ങാനൊന്നും പോയില്ല. അല്ലെങ്കിൽ അത് വീഡിയോ എടുത്ത് ഷോർട്സായിട്ട് ഇടണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പം നമ്മൾ ആവശ്യമുള്ളതെല്ലാം അരിഞ്ഞ് വെച്ച് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതയ്ക്കണം. മിക്സിയിൽ ഇട്ട് ചതച്ചാലും നല്ലതാണ്, തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ഒന്നിച്ചങ്ങ് ചതച്ചാൽ മതി. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് മിക്സി എടുക്കാറില്ല, അല്ലാതെ ഈ കല്ലിലാണ് ചതയ്ക്കുന്നത്. കുറച്ച് തേങ്ങയെ ചേർക്കുന്നുള്ളൂ, തേങ്ങ ഇടാതെ നമുക്കുണ്ടാക്കാം. ഡയബറ്റിക്കാർക്ക് തേങ്ങ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കിയാൽ മതി, അതും ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു ചീനിച്ചട്ടി എടുത്ത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുകും ജീരകവും ഇച്ചിരി ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പം ജീരകം ഒരു 4-5 ഇട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തേങ്ങയ്ക്കകത്ത് ചതച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞ് വെച്ച ചുമന്നുള്ളി ആദ്യം ഇട്ട് ഒന്ന് വഴട്ടിയിട്ട് പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടാൽ നല്ലതാണ്. അപ്പം ഞാനിവിടെ ഹാഫായിട്ട് മുറിച്ച് ഇടുന്നുള്ളൂ, എന്ന് വെച്ചാൽ വലിയ എരിവ് വേണ്ട, പിന്നെ അത് തപ്പിയെടുക്കാനും പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ അവരയ്ക്കയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് ഇച്ചിരി വെള്ളവും ഒഴിച്ച് നമ്മളിത് അടച്ച് ഇച്ചിരി ആവി വേവിക്കണം. എന്ന് വെച്ചാൽ ഇതിന് നല്ല വേവുള്ള സംഭവമാണ്, അതുകൊണ്ട് ഇച്ചിരി നേരം വേവിക്കണം. ഇത് ഒത്തിരി ഡ്രൈ ആയ ടേസ്റ്റ് കാണത്തില്ല, അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേണം ആവി വേവിക്കാൻ, അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആയിപ്പോവും. ബീൻസൊക്കെ നമ്മൾ ബീൻസും പയറൊക്കെ മെഴുക്കുവരട്ടി വയ്ക്കുന്ന പോലെ അങ്ങനെ ഡ്രൈ ആക്കിയാൽ ഇതിന് ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്നിളക്കി കൊടുത്ത് വെള്ളം പറ്റിച്ച് എടുക്കണം. ഇതിനകത്ത് നമ്മൾ തേങ്ങ ആദ്യം ചേർക്കരുത്. ആദ്യം ഈ അവരയ്ക്ക നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പം അത്യാവശ്യം അവരയ്ക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്, ഒരു ശകലം വെള്ളമയം കൂടെ ഉണ്ട്.
അതും കൂടെ ഇച്ചിരി പറ്റിച്ചിട്ട് ഇനി നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് പറ്റിച്ച് എടുത്താൽ മതി. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ഫുഡാണ്. ഇതിനകത്ത് അവരൊക്കെ നല്ല വിളഞ്ഞതിരിപ്പുണ്ട്. അതിനി ഉണക്കി ഇവിടെ കിളിപ്പിച്ച് നോക്കണം ഉണ്ടാകുവാണെങ്കിൽ. ഞാൻ ഇതുവരെ ഇങ്ങനെ പച്ചക്കറി ഒന്നും മേടിച്ചുകൊണ്ട് വന്നിട്ടില്ല. ഈ പ്രാവശ്യം ഇത് കണ്ടപ്പോൾ എനിക്കും ഒരു കൊതി തോന്നി മേടിച്ചുകൊണ്ട് വന്നാലോ. അപ്പോൾ ഇന്നത് വെച്ചപ്പം വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല ചൂട് ചോറും ഈ തോരൻ മാത്രം ഉണ്ടെങ്കിൽ മതി, വേറെ കൂട്ടാനൊന്നും ഇല്ലേലും. നല്ല ഇച്ചിരി രസവും കൂടെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.